ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. ഭ്രമയുഗത്തിൻ്റെ ഓവർസീസ് കൺഫേം ആയ ലൊക്കേഷൻസിലേക്ക് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരുന്ന കാര്യം ഒന്ന് പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഒപ്പം ഒഫീഷ്യലായിട്ട് മറ്റൊരു കൺഫർമേഷൻ കൂടെ ഭ്രമയുഗത്തിനെ കുറിച്ച് ലഭിച്ചിരിക്കുകയാണ്. ഭ്രമയുഗം ഇന്ന് ഏതൊക്കെ രാജ്യങ്ങളിൽ ഇതുവരെ കൺഫേം ആയി എന്നുള്ളതാണ്. ഇനിയും ഒരുപാട് രാജ്യങ്ങളിലേക്ക് സിനിമ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പിക്കാം. GCC രാജ്യങ്ങളിൽ മുഴുവൻ സിനിമയുണ്ട്. UK, ജോർജിയ, പോളണ്ട്, ഫ്രാൻസ്, ജർമ്മനി, മാൾട്ട, ഉസ്ബെക്കിസ്ഥാൻ, ഇറ്റലി, ഓസ്ട്രേലിയ, നോർത്ത് അമേരിക്ക. ഇത്രയും സംഭവങ്ങൾ, ഇത്രയും ഏരിയകളാണ്, ഇത്രയും രാജ്യങ്ങളാണ് എന്നല്ലെങ്കിൽ നമുക്ക് പറയാം ഈ സിനിമയുടെ ഇപ്പോൾ ഇതുവരെയുള്ള റിലീസ് ഉറപ്പിച്ചിരിക്കുന്നത്. ഇനി സിനിമ ഇറങ്ങാൻ 13 ദിവസങ്ങൾ കൂടി ഉണ്ട് എന്നറിയാം. സാധാരണഗതിയിൽ ഒരു മമ്മൂട്ടി സിനിമയ്ക്ക് കിട്ടുന്ന ഏറ്റവും വലിയ രീതിയിലുള്ള ഒരു റിലീസാണ് ഈ ഒരു ചെറിയ സിനിമയ്ക്ക് കിട്ടുന്നത്. വളരെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് ചിത്രീകരിച്ച് വളരെ കുറഞ്ഞ ബഡ്ജറ്റിൽ വന്ന ഈ ഒരു സിനിമ ഒഫീഷ്യൽ കൺഫർമേഷൻ വന്നിരിക്കുകയാണ് ഈ സിനിമയെക്കുറിച്ച്. വേറെ ഒന്നുമല്ല, ഇന്നലെ ഒരു ചോദ്യം, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്ന ഒരു ചോദ്യം ഉണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, ഈ സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെയാണോ അതോ കളറിലേക്ക് മാറുമോ, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങളിൽ കളർ വരുമോ എന്നുള്ളത്. ഇവിടെ ഒഫീഷ്യലായിട്ട് തന്നെ അവർ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നു. സിനിമ പക്ക മോണോക്രോം ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെയാണ് എന്നുള്ളത്. അതായത് ഇന്നലെ തമിഴ് ഓഡിയോ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനിടയിൽ വന്ന ഒരു കമൻറ്റിൽ അവർ മറുപടി ഇട്ടിരിക്കുന്നതാണ് അവരുടെ യൂട്യൂബിലൂടെ. ഇത് നോ കളർ എന്നുള്ള ലെവലിൽ, അതായത് ഈ ഒരു സിനിമ പക്ക ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഇനിയും നമ്മൾ പ്രതീക്ഷിക്കുന്ന പെസിഫിക് ആൻഡ് റെസ്റ്റ് ഓഫ് ഏഷ്യയിൽ ഈ സിനിമയുടെ റിലീസ് ഉണ്ടാകുമെന്നുള്ളതാണ്. ഒരുപാട് രാജ്യങ്ങളിൽ ഈ സിനിമയുടെ റിലീസിന് എത്തുന്നു. കാരണം ഈ സിനിമ വിതരണത്തിന് എടുത്തിരിക്കുന്നത് വലിയ സെറ്റപ്പ് ടീംസ് എന്ന് പറയാം. 4 സീസൺസ് ക്രിയേഷൻസ് ആണ്. ട്രൂത്ത് ഗ്ലോബലാണ്, നമുക്കറിയാം മമ്മൂട്ടിയുടെ സിനിമകളെല്ലാം GCC രാജ്യങ്ങളിൽ ചെയ്യുന്ന. ഇവിടെയും ആ ഒരു കാര്യം അവർ തുടരുന്നു. എന്താണേലും യൂറോപ്പിൽ ഈ സിനിമ ഒരുപാട് ലൊക്കേഷൻസിൽ ഉണ്ടാകും എന്നുള്ളതാണ്. 175-ന് മുകളിലുള്ള സിനിമകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത 4 സീസൺസ് ക്രിയേഷനാണ് അവിടെ എടുത്തിരിക്കുന്നത്. നമുക്കറിയാം RRR പോലെയുള്ള, അല്ലെങ്കിൽ വാരിസ് പോലെ ഉള്ള സിനിമകളെല്ലാം, അല്ലെങ്കിൽ ലിയോ പോലെയുള്ള സിനിമകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തവരാണ്, അവരാണ് ഈ സിനിമ എത്തുന്നത്. എന്തായാലും ആദ്യമായിട്ടാണ് ഒരു മമ്മൂട്ടി സിനിമയ്ക്ക് ഇത്രത്തോളം ഗംഭീരമായിട്ടുള്ള റിലീസ് ഉണ്ടാവുന്നത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം വേറെ ഏതൊക്കെ രാജ്യങ്ങളിലേക്ക് ഈ സിനിമ വരുമെന്നുള്ളത്. എന്താണേലും ആദ്യ ദിനം തന്നെ സിനിമ കാണാൻ ഒരുപാട് പേര് ഒരുങ്ങിയിരിക്കുന്നു എന്ന് തന്നെ പറയാം. കാരണം ഈ ഒരു സിനിമ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതുമ ഉള്ള സബ്ജക്റ്റ് തന്നെയാണ്. അതുപോലെ തന്നെ മമ്മൂട്ടി എന്ന നടൻ്റെ അഭിനയം കാണാൻ കൊതിച്ചുകൊണ്ട് ജനങ്ങൾ കയറുന്ന സിനിമയാണ് എന്നുള്ളതാണ്. അല്ലാണ്ട് 100 കോടിക്ക് വേണ്ടി ആളുകൾ ഓടിക്കയറുന്ന സിനിമയല്ല. ഇതിപ്പോൾ 2 ദിവസം കൊണ്ട് 100 കോടിയോ 50 ദിവസം കൊണ്ട് 100 കോടി അടിക്കുമെന്നോ എന്നും ഒരു വാഗ്ദാനങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ആദ്യ ദിനം തന്നെ നമ്മൾ കേൾക്കാൻ പോകുന്ന കാര്യം വേറെ ഒന്നുമല്ല, കൊടൂരമായിരിക്കുന്നു മമ്മൂട്ടിയുടെ പെർഫോമൻസ്, അർജുൻ അശോകൻ്റെ പെർഫോമൻസ്, അതേപോലെ തന്നെ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാവരുടെയും പെർഫോമൻസ് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്യണം. ഗ്രേറ്റ് മീഡിയാസ്.